ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്ത അത്ഭുത പ്രതിഭാസത്തിന് വീണ്ടും സാക്ഷിയായി നേപ്പിൾസ്. 3-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ജാനുവേരിയസിന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ 19-ന് വിശുദ്ധന്റെ തിരുശേഷിപ്പായി സൂക്ഷിച്ചിരുന്ന കട്ടപിടിച്ച രക്തം ദ്രാവക രൂപത്തിലായി. നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡൊമിനിക്കോ ബെറ്റാഗ്ലിയാണ് അത്ഭുതം സംഭവിച്ച വിവരം തിരുക്കർമ്മമധ്യേ അറിയിച്ചത്. 3-ാം നൂറ്റാണ്ടിൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ് വിശുദ്ധ ജാനുവേരിയസ്. നേപ്പിൾസിന്റെ മെത്രാനായിരുന്ന അദ്ദേഹം ക്രിസ്തു വിശ്വാസത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെടുകയായിരുന്നു. വിശുദ്ധന്റെ രക്തം യൂസേബി എന്ന സ്ത്രീയാണ് കുപ്പിയിൽ ശേഖരിച്ചത്. പിന്നീട് അത് തിരുശേഷിപ്പായി റോയൽ ചാപ്പലിൽ സൂക്ഷിക്കുകയായിരുന്നു. വിശുദ്ധന്റെ തിരുനാളായ സെപ്റ്റംബർ 19-ന് അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാന മധ്യേയാണ് കട്ടപിടിച്ച രക്തം ദ്രാവക രൂപത്തിലായത്. അസംഷൻ ഓഫ് മേരി കത്തീഡ്രലിൽ തിരുക്കർമ്മങ്ങൾക്കായി തടിച്ചുകൂടിയ വിശ്വാസികൾക്ക് നേരെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരുന്ന പേടകം ഉയർത്തിക്കാണിച്ചാണ് മുഖ്യ കാർമ്മികനായ നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡൊമിനിക്കോ ബെറ്റാഗ്ലിയ അത്ഭുത പ്രതിഭാസം വീണ്ടും ആവർത്തിച്ചതായി പ്രഖ്യാപിച്ചത്. രാവിലെ 10:07-ന് അത്ഭുതം സംഭവിച്ചതായി ചർച്ച് ഓഫ് നേപ്പിൾസ് എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ഥിരീകരിച്ചു. വെള്ളത്തുണി വീശിക്കൊണ്ട് അത്ഭുത പ്രതിഭാസത്തിന്റെ ആവർത്തനം പ്രഖ്യാപിക്കപ്പെട്ടു. വർഷത്തിൽ 3 പ്രാവശ്യമാണ് പ്രസ്തുത അത്ഭുതം സംഭവിക്കാറുള്ളത്. വിശുദ്ധന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ 19, മെയ് മാസത്തിലെ ആദ്യ ഞായറിന് മുൻപുള്ള ശനിയാഴ്ച, ഡിസംബർ 16 എന്നിവയാണ് ആ ദിനങ്ങൾ. 2015 മാർച്ചിൽ ഫ്രാൻസിസ് പാപ്പ ഇവിടം സന്ദർശിച്ചപ്പോൾ രക്തക്കട്ടയുടെ പകുതി ഭാഗം ദ്രാവകമായി മാറിയതും വലിയ വാർത്തയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.